പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാളെ 1200 കർക്കിടക മാസം 7-ാം തീയതി, അതായത് 2025 ജൂലൈ മാസം 23-ാം തീയതി ബുധനാഴ്ച. നാളെ ബുധനാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:15, അസ്തമയം വൈകിട്ട് 6:48. നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാല സമയം. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. മറ്റന്നാൾ അമാവാസ്യയാണ്, കർത്തവാവാണ്. പിതൃതർപ്പണത്തിന് വേണ്ട, പിതൃക്കളുടെ പിണ്ടാദി കർമ്മങ്ങൾക്ക് വേണ്ട എല്ലാ ഒരുക്കപ്പാടുകളും ചെയ്യേണ്ട ദിനമാണ് നാളെ. അതിനാൽ വളരെ ശക്തമായി മാംസാഹാരങ്ങളൊക്കെ വർജിച്ചുകൊണ്ട് പൂർണ്ണമായും നാളത്തെ ദിനം നിങ്ങൾ തയ്യാറാകണം. മറ്റന്നാൾ പിതൃകർമ്മത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അനുഷ്ഠിക്കുവാൻ. നാളെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. ഒരു ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കാത്ത നക്ഷത്രമാണ് തിരുവാതിര. വിദ്യാരംഭത്തിന് ഏറ്റവും നല്ല നക്ഷത്രമാകുന്നു തിരുവാതിര. പക്ഷേ മറ്റെല്ലാ കർമ്മങ്ങൾക്കും തിരുവാതിര നക്ഷത്രം നാം സ്വീകരിക്കാറില്ല. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടൈവ 7 നാൾ. യമൻ ഭരണി, രുദ്രൻ തിരുവാതിര. ശിവൻ്റെ നക്ഷത്രമാകുന്നു തിരുവാതിര. അഹി ആയില്യം, മുപ്പൂരം, പൂരം, പൂരാടം, പൊരൂരുട്ടാതി, ജ്യേഷ്ഠ, തൃക്കേട്ട ഈ 7 നാളുകൾ. വിതക്കിൽ വിളയാഭൂമോ യാത്ര പോകിലവൻ വരാ. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ്. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. അതിനാൽ നാളത്തെ ദിനം ഒരു ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കാൻ പാടില്ല. നാളെ ചതുർദശി തിഥിയാണ്, രിക്താതിഥിയാണ്. ഏറ്റവും അധികം ഒഴിഞ്ഞ തിഥിയാണ് ചതുർദശി. അത് കറുത്ത പക്ഷത്തിലേതായാലും വെളുത്ത പക്ഷത്തിലേതായാലും. നാളെ വിഷ്ടിക്കരണവുമുണ്ട്. അതിനാൽ ഒരു മംഗളകർമ്മമോ യാത്രയോ ഒന്നും നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്ലാൻ ചെയ്യരുത്. മറ്റന്നാളുള്ള പിതൃകർമ്മത്തിന് വേണ്ട ഒരുക്കങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചെയ്യുക. ഏറ്റവും നല്ല കർമ്മമാകുന്നു പിതൃകർമ്മം. ഒരു പുരുഷൻ അനുഷ്ഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കർമ്മം. അബ്ദദീക്ഷാദി ലോപേന പ്രേതായാത പിശാചതാം സ്വജനാൻ ബാധമാനാസ്തേ. അബ്ദ ദീക്ഷാദി, ദീക്ഷ എടുക്കാതെ വാർഷികമായി പിതൃക്കൾക്ക് കർമ്മം ചെയ്യാതെ അങ്ങനെ വരികയാണെങ്കിൽ സ്വന്തം ജനങ്ങളെ പ്രേതങ്ങൾ എന്തു ചെയ്യും? ബുദ്ധിമുട്ടിക്കുമെന്നാണ് പ്രമാണം. കോപപ്രേതസ്യ കുര്യാത്. പ്രേതങ്ങൾ കോപിഷ്ഠരായാൽ എന്തു ചെയ്യും? തനയ വിഹനഞ്ച ആമയാദീൻ അനർത്ഥാൻ. അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു, സന്താനങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകുന്നു. അതിനാൽ പ്രേതങ്ങളെ സന്തോഷിപ്പിക്കണം. പ്രീത പ്രേതാസ്ത്വമീവിർ വിദദതി സകലാഹ സമ്പദ സന്തതിഹി. സന്തുഷ്ടരായ പ്രേതങ്ങൾ എല്ലാ അനുഭവങ്ങളും ആ ബലികർമ്മങ്ങൾ ചെയ്യുന്ന, ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യുന്ന, പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുന്ന വ്യക്തികൾക്കും അവരുടെ സന്താന പരമ്പരകൾക്കും നൽകുമെന്ന പൂർണ്ണ വിശ്വാസം. അതിനാൽ നാളത്തെ ദിനം പൂർണ്ണമായും ആ ശുഭകാര്യത്തിനായിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചെയ്യുക. അല്ലെങ്കിൽ തന്നെ ബുധനാഴ്ച സ്ത്രീകളും നാൽക്കാലികളും ഗർഭിണികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഒരു നല്ല കർമ്മങ്ങളും ചെയ്യാൻ അനുകൂലമല്ല നാളത്തെ ദിനം ബുധനാഴ്ച എന്ന് മനസ്സിലാക്കുക. നാളെ ശിവക്ഷേത്ര ദർശനമൊക്കെ വളരെ നല്ലതാണ്. തിരുവാതിര നക്ഷത്രമാണ്. അതിനാൽ കൂവളമാല, ജലധാര ശിവന് സമർപ്പിക്കുക. പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. ഇതൊക്കെ തന്നെ വളരെയധികം ഒരു വ്യക്തിക്ക് ശിവസംബന്ധമായ ശൈവമായ അനുഗ്രഹ പ്രാപ്തിക്ക് ഉതകുന്നതാണ്. നന്ദി, നമസ്കാരം.